അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. കോതമംഗലത്ത് ദേശീയ പണിമുടക്ക് പൂർണ്ണം. നഗരത്തിലെ കടകമ്പോളങ്ങളും ഓഫീസുകളും അടഞ്ഞുകിടന്നു. പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പൊതുപണിമുടക്ക് കോതമംഗലത്ത് ഹർത്താലായി മാറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് 24 മണിക്കൂർ പൊതുപണിമുടക്ക് ദിനത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ കോതമംഗലം നിയോജക മണ്ഡലം സമിതി കോതമംഗലം നഗരത്തിൽ പ്രകടനവും തുടർന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കോർണറിൽ പ്രതിഷേധ പൊതുസമ്മേളനവും നടത്തി. സമ്മേളനം മുൻ MLA-യും AITUC സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു. വിവിധങ്ങളായ മേഖലകളിൽ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കേണ്ട അവകാശം ആ ജനവിഭാഗങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വിവിധ രൂപത്തിലുള്ള സമരപരിപാടികൾ കഴിഞ്ഞ 91 ശേഷമുള്ള കാലയളവിൽ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അതിൽ 24ാമത്തെ ദേശീയ പണിമുടക്കാണ് ഇന്നിവിടെ നടക്കുന്നത്. AITUC താലൂക്ക് സെക്രട്ടറി MS ജോർജ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ CITU താലൂക്ക് സെക്രട്ടറി CPS ബാലൻ, HMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി, KTUCM സംസ്ഥാന കമ്മിറ്റി അംഗം NC ചെറിയാൻ, CPM ഏരിയ സെക്രട്ടറി KA ജോയി, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ EM നിയാമ്പ്, PP മൈദീൻ ഷാ, KM ബഷീർ, ജോഷി അറയ്ക്കൽ, KB അൻസാർ, സണ്ണി പുതുശ്ശേരി, വാവച്ചൻ തോപ്പിൽകുടി, AP വാവച്ചൻ, രാജമ രഘു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.